ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ബ്രഹ്മാണ്ടം, ഈ ഒരു യൂണിവേഴ്സ്, ഈ ഒരു ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി പറ്റാത്ത പല കാര്യങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി സാധിച്ചു തരുന്നതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടം. നിങ്ങൾക്ക് തോന്നും ഇത് സാധിക്കത്തില്ല ഒരിക്കലും എന്ന്, പക്ഷേ അത് സാധിച്ചു തരും ഈ ഡിവൈൻ. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ ഒരു ചേഞ്ച്. ഈ ഒരു പ്രോബ്ലം വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ വന്നത് അത് നടന്നത്. ആ ഒരു പ്രോബ്ലം വരാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് 555 ആ ഒരു എനർജി ഭയങ്കരമായിട്ട് കാണാൻ തുടങ്ങി. ആ ഒരു ഏഞ്ചൽ നമ്പർ ഇവിടെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾക്ക് 555 ഏഞ്ചൽ നമ്പർ ഭയങ്കരമായിട്ട് കാണാൻ തുടങ്ങിയിരുന്നു. അതൊരു സൈനായിരുന്നു, അതായത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പോകുകയാണ് എന്നുള്ള ഒരു സൈനായിരുന്നു അത് ഏഞ്ചലിൻ്റെ ഭാഗത്തുനിന്നുള്ള. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ പോകുന്നത് ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെയാണ്, അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കത്തില്ല എന്നാണ്. എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റാണ്. സഡനായിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നതാണ്. പരമാത്മാവിൻ്റെ കൃപ നിങ്ങൾക്ക് ഉണ്ടാക്കും. സഡനായിട്ടാണ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ലോകത്തിലുള്ള ആർക്കും തന്നെ എന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല എന്നാണ്. പക്ഷേ സഡനായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നത്. ഇനി നിങ്ങൾ സഡനായിട്ട് 555 കാണുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ അവസാനം ഉണ്ടാകാൻ പോകുകയാണ് എന്ന്. നിങ്ങൾ മറിച്ച് പേടിക്കേണ്ടായോ, മുന്നേ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ടവർ മൂവ്മെൻറ്റ് വന്നത് എന്ന്. അങ്ങനെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉറപ്പായിട്ടും സഡനായിട്ടൊരു ചേഞ്ച് നിങ്ങളുടെ ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ ഉണ്ടാവുന്നതാണ്, ആ ഒരു പ്രശ്നത്തിൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ ചില വ്യക്തികൾ ഈ ഒരു സാഹചര്യം, അതായത് ഈ ഒരു മോശം സാഹചര്യം കണ്ടിട്ട് യൂണിവേഴ്സിനോട് ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് വയ്യ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് എടുത്തോളൂ, എനിക്ക് വയ്യ ജീവിക്കാൻ, അങ്ങനെയൊക്കെ തെറ്റായ രീതിയിൽ പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പവിത്രമായിട്ടുള്ള ആത്മാവാണ്, അതുകൊണ്ടാണ് യൂണിവേഴ്സ് നമുക്ക് ഏഞ്ചൽ നമ്പർ കാണിച്ചു തരുന്നത്. അതായത് നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി സൈൻ അയച്ചു തരണം, നീ അത് മനസ്സിലാക്കുക. ഏഞ്ചൽ നമ്പർ കാണുമ്പോഴെല്ലാം നമ്മൾ അത് ഡീകോഡ് ചെയ്യണം, അതായത് സെർച്ച് ചെയ്ത് നോക്കണം ഈ നമ്പർ കാണുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. അപ്പോൾ അതാദ്യം നിങ്ങൾ ചെയ്യുക. ആവശ്യമില്ലാതെ തെറ്റായ പ്രാർത്ഥനകൾ ചെയ്ത് നമുക്ക് ദൈവം തന്ന ജീവിതം അതെടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. നമ്മളായിട്ട് സ്വയം ഒരിക്കലും എടുക്കേണ്ട അധികാരം ഇല്ല. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എല്ലാ വ്യക്തികളിൽ നിന്നും തെറ്റ് സംഭവിക്കും. എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകും. അത് മനസ്സിലാക്കുക നിങ്ങൾ. ഞാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട്. ആ ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ദൈവം എന്തെങ്കിലും ഒരു ട്രിഗർ തരുന്നതും മോശം സാഹചര്യങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതും. അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചല്ലേ നമ്മൾ പുറത്തു വരുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി തെറ്റായ ചിന്തകൾ ചിന്തിക്കരുത്. ഇവിടെ വളരെ നല്ലൊരു ജീവിതം തന്നെ നിങ്ങൾ ജീവിക്കും. ദൈവം നിങ്ങളെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് കൈപിടിച്ച് നല്ലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾ ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കൂ. നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ആരെയും വിശ്വാസമില്ല, പക്ഷേ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചെറിയ ചെറിയ ആഗ്രഹം പോലും ദൈവം ഇനി നടത്തി തരുന്നതാണ്. ഇവിടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ ആ ഒരു പ്രോബ്ലവും അവസാനിക്കുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കോ എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അത് ആലോചിച്ച് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട് എങ്കിൽ അതിലും ഉള്ള ഒരു നല്ല ഒരു മാറ്റം ദൈവം നിങ്ങൾക്ക് തരുന്നതാണ്. എത്ര മോശം സാഹചര്യത്തിലായാലും നിങ്ങൾ മനസ്സിൽ എത്ര വിഷമം ഉണ്ടായിക്കോട്ടെ ചിരിക്കുക, ചിരിച്ചുകൊണ്ട് പറയുക എൻ്റെ യൂണിവേഴ്സ് ഒരിക്കലും എന്നെ ദുഃഖത്തിലാക്കത്തില്ല. എത്ര മോശം സാഹചര്യമായാലും എൻ്റെ യൂണിവേഴ്സ് എന്നെ രക്ഷിക്കും, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് കോൺഫിഡൻസോടെ ചിരിച്ചുകൊണ്ട് പറയുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ തന്നെ നല്ല കർമ്മമാണ് നിങ്ങളുടെ ഈ ഒരു മോശം കർമ്മത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ആരെയും നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ ആ ഒരു പേടി നിങ്ങൾ മറ്റൊരാളോട് പറയട്ടെ, ആ ഒരു പേടിയിൽ പോലും അവർ എന്തെങ്കിലും ഉപായം കണ്ടെത്തും നിങ്ങളെ അത് പറഞ്ഞ് ഇത്തി കൂടെ പേടിപ്പിക്കാം എന്നുള്ള രീതിയിൽ. അതാണ് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല, കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ അനുഭവം അങ്ങനെയാണ്.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമെന്ന് പറയുകയാണെങ്കിൽ അതിൽ പോലും അവർ എന്തെങ്കിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. നിങ്ങളെ ഒന്ന് കുത്തി വേദനിപ്പിച്ച് നിങ്ങളുടെ ആ വിഷമം കുറച്ചും കൂടെ കൂട്ടാം എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങളുടെ ഓരോ മോശം സാഹചര്യത്തിലും നിങ്ങളുടെ ഇഷ്ട ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സാണ് നിങ്ങളുടെ കൂടെ നിന്നത്, അല്ലാതെ വേറെ ആരും നിന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതേപോലെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നോക്കുക. അതായത് നിങ്ങളുടെ അത്രയ്ക്ക് പരിചയമുള്ള, അത്രയ്ക്ക് നല്ല ബന്ധുക്കളായിട്ടുള്ള, രക്തബന്ധത്തിലുള്ള ആൾക്കാർ, ഫ്രണ്ട്സ്, അത്ര ആൾക്കാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ മാറി നിന്നപ്പോൾ ഒരു പരിചയവുമില്ലാത്ത ആൾക്കാർ വന്ന് നിങ്ങളെ സഹായിച്ചിട്ട് പോയി. അതായത് ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് അവർ നിങ്ങളെ സഹായിച്ചിട്ട് പോയി. ഈ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം മിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ ആ ഒരു മോശ സമയത്ത് നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കത്തില്ല നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് പോലും പേര് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും പെട്ടെന്ന് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സഹായിച്ചിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് അവരെ കാണാൻ സാധിക്കത്തില്ല, നമുക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, നമ്മൾ മനസ്സിൽ നിന്ന് പോകും. പക്ഷെ നമുക്ക് ഓർമ്മ എപ്പോഴും ഉണ്ടാകും, ആ സമയത്ത് അവർ സഹായിച്ചത് കൊണ്ടാണ് നമുക്കിപ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചത് എന്നുള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകും. ഇവിടെ ഈശ്വരൻ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മോശം പ്രശ്നം വന്നാലും ആ ഈശ്വരൻ നിങ്ങളെ അതിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരുന്നതാണ്. ഞാനെപ്പോഴും എൻ്റെ മനസ്സ് വിഷമിക്കുന്ന സമയത്ത്, മോശ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഞാൻ ആകാശത്ത് നോക്കി യൂണിവേഴ്സിനോട് സംസാരിക്കും. കാരണം അപ്പോൾ കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഹാപ്പി ഫീലാകും, ഒരു ശാന്തി അനുഭവപ്പെടും. അതേപോലെ നിങ്ങളും അങ്ങനെ ശ്രമിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു റിലീഫ്സ് കിട്ടും. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡ് എടുക്കണം, സ്റ്റാൻഡ് ആക്ഷൻ എടുക്കണം എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിന്മേൽ ആക്ഷൻ എടുക്കാനുള്ള ശരിയായ ടൈം ഇതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇതിൽ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കത്തില്ല, മുന്നോട്ട് പോകും. നിങ്ങളുടെ കണ്ണുനീരെല്ലാം ദൈവം തുടയ്ക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു നല്ല മാറ്റം കണ്ടിട്ട് നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനോട് നന്ദി പറയുന്നതാണ്. നിങ്ങളുടെ അധികാരം ആരെങ്കിലും കൈക്കലാക്കിയിട്ടുണ്ട് എങ്കിൽ അവിടെയും ആക്ഷൻ എടുക്കാനുള്ള ശരിയായ ടൈം ഇതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്നെല്ലാം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എപ്പോഴാണ് ഈ ഒരു സംഘർഷങ്ങൾ വന്നത്, എപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നത് എന്ന്. അത്രയ്ക്ക് പെട്ടെന്നാണ് ദൈവം അതിൽ നിന്നെല്ലാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ടായിരിക്കും സംഭവിക്കുന്നത്, നല്ല രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും ഒരു സമാധാനം ലഭിക്കും. എന്തോ ഒരു ഡേറ്റ് നിങ്ങൾ ഭയക്കുന്നുണ്ട്, ആ ഒരു ഡേറ്റിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ മോശം സംഭവിച്ചത്. പക്ഷേ ഇനി നിങ്ങൾ ഭയക്കത്തില്ല, ആ ഒരു ഡേറ്റിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു വർഷമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്ന വർഷമാണ്. നിങ്ങളത് നോക്കി വച്ചോളൂ. ഞാൻ ഈ പറയുന്നത് ഉറപ്പായിട്ടും നടക്കും. നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏത് വിഷയത്തിലായാലും ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ സന്തോഷത്തിലേക്ക് പോകും. അതായത് എനിക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എൻ്റെ ജീവിതത്തിൽ, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ഒരു വട്ടം തന്നെ രണ്ട് കാര്യങ്ങൾ ലഭിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം, സന്തോഷകരമായിട്ടുള്ള ജീവിതം, കൂടാതെ നിങ്ങൾ എന്തോ ആഗ്രഹിച്ച ഒരു സ്വപ്നമുണ്ട്, അതും നിങ്ങൾക്ക് ലഭിക്കും. ഈ രണ്ട് കാര്യം എപ്പോഴോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ആ ഒരു സ്വപ്നവും നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെയും സന്തോഷവും, ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി മോശം പറഞ്ഞു, അതായത് എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് മരിക്കണം എന്നൊക്കെ, നിങ്ങൾ എന്തിനാ എന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ദൈവത്തിനോട്. പക്ഷേ ഇനി നിങ്ങൾ ദൈവത്തിനോട് നല്ലത് പറയും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.